they are only daily wagers of the party. You go, show black flag, hit the car, come back and take your payment. They are daily wagers of the chief minister. So it is chief minister who is responsible. The FIR is here. They have booked 17 people. I am going by their version. Although I have seen with my own eyes, there are more than 50 people. But I accept 17 people were there. If 17 people were there, the number of policemen who are there, കൃത്യമായിട്ട് അദ്ദേഹം ഗവർണർ പറയുകയാണ് എന്തിനാണ് പോലീസ് ഐ എം നോട്ട് ബ്ലെയിമിംഗ് ദ പോലീസ് ഓഫീസേഴ്സ്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഗവർണർ ഈ പറയുന്നത്. ഗവർണർ പക്ഷേ അങ്ങനെ പറഞ്ഞത് ശരിയായെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണ്. അവർ വന്നിട്ട് ബ്ലാക്ക് ഫ്ലാഗും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആ ദിവസത്തെ ജോലി അവിടെ പോയി സമരം ചെയ്ത് അല്ലെങ്കിൽ പ്രതിഷേധിച്ച് ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ പൈസ വാങ്ങിക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞത്. എത്ര മോശമായിട്ടാണ് ഒരു ഇത്രത്തോളം ചരിത്രമുള്ളൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തെ ഗവർണർ അധിക്ഷേപിച്ചതെന്ന് നോക്കൂ. ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എത്രത്തോളം ഹീനമാണെന്ന് നോക്കൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഗവർണർ പറയേണ്ടത് മറ്റു പലതുമാണ്. അതായത് ഈ കേരളത്തിനപ്പുറത്തോട്ട് ഈ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആരോപിച്ചിട്ടുള്ള ഈ റിസോർട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ. ഈ റിസോർട്ട് രാഷ്ട്രീയത്തിൽ MLA-മാരെ കാശ് കൊടുത്ത് വാങ്ങുന്ന ഏർപ്പാടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കുന്ന ഒരു മുന്നണിയുടെ അതാണ്. അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടിരുന്നുകൊണ്ടാണ് ഗവർണർ ഈ പറയുന്നത് ഇവിടുത്തെ സമരക്കാർ ഡെയിലി കൂലി വാങ്ങിച്ച് സമരം ചെയ്യുന്ന ആൾക്കാരാണ് ഈ SFIക്കാരെന്ന് പറയുന്നത്. അവർ സ്കൂളിൽ പോയിട്ട് അവർ കോളേജിൽ പോയിട്ട് അവർ വിദ്യാർത്ഥികളാണ്. അവരെ അത്ര അങ്ങനെ അധിക്ഷേപിക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല. ഗവർണറുടെ വണ്ടിയിൽ വന്ന് തട്ടിയാൽ എന്താ പ്രശ്നം? ഗവർണറുടെ ഈ പറഞ്ഞതുപോലെ എന്താണ് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന ഗവർണർ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളൊന്നുമല്ല. ഗവർണറുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നു. അത് സ്വാഭാവികമായും പലതരത്തിൽ പ്രതിഷേധിക്കും. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ വന്ന് തട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗവർണറുടെ വാഹനത്തിൽ വന്ന് തട്ടാം. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരികമായ അതിക്രമം ഗവർണർക്ക് നേരെയോ മുഖ്യമന്ത്രിക്ക് നേരെയോ പ്രധാനമന്ത്രിക്ക് നേരെയോ അല്ലെങ്കിൽ അത്തരം ചുമതലകളിരിക്കുന്ന ആൾക്കാർക്ക് നേരെയോ ഉണ്ടാകുന്നത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ് ആരും പ്രോത്സാഹിപ്പിക്കരുത്. പക്ഷേ പ്രതിഷേധിക്കാനുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ലോകത്താരുടെയും അവകാശത്തെ ഗവർണർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ മറ്റാർക്കുമോ തള്ളി പറയാൻ യാതൊരു അധികാരവുമില്ല. ഗവർണർ ഈ പറഞ്ഞ കൂലിക്ക് വന്ന് സമരം ചെയ്തിട്ട് പോകുന്നവരാണ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പിൻവലിക്കേണ്ടുന്ന ഒരു വാചകം കൂടെയാണ്. അതെ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.